29ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. 3 പതിറ്റാണ്ടോളം നീണ്ട ചരിത്രമുള്ള ഈ മേളയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. ചരിത്രം കൊണ്ടും വലുപ്പം കൊണ്ടും നമ്മുടേതിനേക്കാൾ മികവുറ്റ നിരവധി മേളകൾ ലോകത്തുണ്ട്. ആരംഭിച്ച കാലം മുതൽക്ക് ഇങ്ങോട്ട് നോക്കിയാൽ അവയിൽ പലതും പലവിധ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. പുരോഗമനോന്മുഖമായി മാറിയവയുണ്ട്, പ്രതിലോമകരമായ മാറ്റങ്ങൾക്ക് വിധേയമായവുമുണ്ട്. കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയെക്കുറിച്ച് പരിശോധന നടത്തിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട്. രാഷ്ട്രീയ ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിലായാലും ഉൾക്കാമ്പിൻ്റെ കാര്യത്തിലായാലും ഈ മേള ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു എന്നതാണ്. ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച രാഷ്ട്രീയ ഉള്ളടക്കമുള്ള മേളയായി IFFK അറിയപ്പെടുന്നു എന്നത് ഏറെ സന്തോഷകരവും അഭിമാനകരവുമാണ്. സിനിമാ പ്രദർശനം മാത്രമല്ല ഈ മേളയിൽ നടക്കുന്നത്. ഇവിടെ നടക്കുന്ന ചർച്ചകൾ, അഭിപ്രായ പ്രകടനങ്ങൾ ഇവയൊക്കെ പുരോഗമന സ്വഭാവമുള്ളവയാണ്. ചലച്ചിത്രമേള എന്നതിനപ്പുറം യുവതി യുവാക്കൾക്ക് സാംസ്കാരിക ഫാഷൻ രംഗങ്ങളിൽ ഈ പുതുകാലത്ത് ഉയർന്നുവരുന്ന ട്രെൻഡുകളെ പരിചയപ്പെടാനും പരിചയപ്പെടുത്താനുമുള്ള വേദി കൂടിയായി ഈ ചലച്ചിത്രോത്സവം മാറുന്നുണ്ട്. എല്ലാവിധ ഭേദചിന്തകൾക്കും അതീതമായി യുവാക്കളുടെ കൂട്ടായ്മകൾ ഈ ഉത്സവത്തിൽ രൂപപ്പെടുന്നുവെന്നത് ഏറെ സന്തോഷം പകരുന്ന കാര്യമാണ്. മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിൽ സൃഷ്ടിക്കപ്പെട്ട കലാരൂപങ്ങൾ എടുത്തു നോക്കൂ. അവയിൽ ഇന്ന് നിലനിൽക്കുന്ന കലാരൂപങ്ങളിൽ ഏറ്റവും ജനകീയമായത് ഏത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും സിനിമ എന്ന് തന്നെയാണ് ഉത്തരം. ലൂമിയർ സഹോദരന്മാരിൽ തുടങ്ങിയ സിനിമയുടെ ചരിത്രം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സ്വാധീനത്തിൽ എത്തി നിൽക്കുന്നു. സാങ്കേതിക രംഗത്തെ വികാസം ഇത്രയേറെ ചടുലമായ മാറ്റങ്ങൾ വരുത്തുന്ന മറ്റൊരു കലാരംഗവും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ നേർ പ്രതിഫലനമാണ് പലപ്പോഴും സിനിമയിലുണ്ടാകുന്നത് എന്ന് പറയേണ്ടി വരും. ആ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സാമൂഹ്യാവസ്ഥകളെ പ്രതിഫലിപ്പിക്കാനുള്ള ഉപാധിയായി ഈ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയും മാറിത്തീരുന്നുണ്ട്. ഈ ചലച്ചിത്രമേളയിലെ കൺട്രി ഫോക്കസ് വിഭാഗം പരിശോധിച്ചാൽ തന്നെ അത് മനസ്സിലാകും. കഴിഞ്ഞ ചലച്ചിത്രമേളയിൽ നമ്മൾ പാലസ്തീൻ ഐക്യദാർഢ്യ ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു. അന്ന് ആ രാജ്യത്ത് നിലനിന്നിരുന്ന അവസ്ഥ കൂടുതൽ മോശമാകുന്ന നിലയാണ് ഇപ്പോഴുള്ളത്. ഇത്തവണത്തെ കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 1 നൂറ്റാണ്ട് പാരമ്പര്യമുള്ള അർമേനിയൻ സിനിമാ വിഭാഗത്തിൽ നിന്നുള്ള ചലച്ചിത്രങ്ങളെയാണ്. ആഭ്യന്തര യുദ്ധവും വംശഹത്യയും കുടിയിറക്കലും എല്ലാം ഈ സിനിമയുടെ പ്രമേയമായി തീരുന്നുണ്ട്.
ഇത്തരത്തിൽ അടിച്ചമർത്തപ്പെടുന്നവരുടെയും പീഡിപ്പിക്കപ്പെടുന്നവരുടെയും ഒപ്പം നിന്ന് അവരുടെ ജീവിതാവസ്ഥകൾ ലോകത്തിനു മുന്നിലേക്ക് എത്തിക്കാനാണ് ഈ ചലച്ചിത്രമേളയിലൂടെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാം ലോക സിനിമയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്ന മേളയാണിത്. മൂന്നാം ലോക സിനിമകളുടെ ശക്തനായ വക്താവായിരുന്ന ഗ്ലോബർ റോഷയുടെ ചിത്രങ്ങൾ ഈ മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ബ്രസീലിലെ സൈനിക സ്വച്ഛാധിപത്യത്തിൻ്റെ കഥ പറയുന്ന ഐ ആം സ്റ്റിൽ ഹിയർ ആണ് ഈ മേളയുടെ ഉദ്ഘാടന ചിത്രം. വിഖ്യാത ഹോങ്കോങ് സംവിധായകയും തിരക്കഥാകൃത്തും നിർമ്മാതാവും നടിയുമായ ആൻ ഹുയിക്കാണ് ഇത്തവണത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സമർപ്പിക്കപ്പെടുന്നത്. ഹോങ്കോങ് സിനിമയെ അടിമുടി മാറ്റിപ്പണിത നവതരംഗ സിനിമാ പ്രസ്ഥാനത്തിൻ്റെ മുൻനിരക്കാരിയായാണ് ആൻ ഹുയി അറിയപ്പെടുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ നിരവധി അംഗീകാരങ്ങൾ ഇതിനകം ഈ ചലച്ചിത്രകാരിക്ക് ലഭിച്ചിട്ടുണ്ട്. 2020 നടന്ന വെനീസ് ചലച്ചിത്രമേളയിലെ ഗോൾഡൻ ലയൺ പുരസ്കാരവും ബെർലിൻ, ബുസാൻ, ന്യൂയോർക്ക് ചലച്ചിത്രമേളകളിലെ പുരസ്കാരങ്ങളും മറ്റ് നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും ആൻ ഹുയിക്ക് ലഭിച്ചിട്ടുണ്ട്. ആൻ ഹുയിയെ ഈ മേളയിൽ ആദരിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ ഈ മേളയാണ് ആദരിക്കപ്പെടുന്നത്. ഈ ഉദ്ഘാടന ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്നത് വിഖ്യാത നടി ശ്രീമതി ശബാന ആസ്മിയാണ്. അഭിനയ രംഗത്ത് അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ ശബാന ആസ്മിയുടെ ചലച്ചിത്ര ജീവിതത്തോടുള്ള ആദരവായി 5 സിനിമകൾ ഈ മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ നവതരംഗ സിനിമയുടെ തുടക്കകാലത്ത് ചലച്ചിത്ര രംഗത്ത് ചുവടുറപ്പിക്കുകയും തുറന്നുള്ള ദശകങ്ങളിൽ ഇന്ത്യൻ സിനിമയിലെ ശക്തമായ സ്ത്രീ സാന്നിധ്യമായി മാറുകയും ചെയ്ത ശബാന ആസ്മി 160-ൽ പരം സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട്. വിഖ്യാത സംവിധായകൻ ശ്യാം ബെനഗലിന്റെ അങ്കൂർ എന്ന ചിത്രത്തിലൂടെ 1974-ൽ ചലച്ചിത്ര രംഗത്ത് പ്രവേശിച്ച ശബാന ആസ്മിയെ തേടി നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ എത്തിയിട്ടുണ്ട്. സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രശ്നങ്ങളോട് വളരെ ശക്തമായി പ്രതികരിക്കുന്ന വ്യക്തി കൂടിയാണ് ശബാന ആസ്മി. അവർ കേവലമൊരു ആർട്ടിസ്റ്റ് മാത്രമല്ല, ആക്ടിവിസ്റ്റ് കൂടിയാണ്. മതനിരപേക്ഷതയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ വളരെ വലിയ സംഭാവനകളാണ് അവർ നൽകിപ്പോരുന്നത്. ഈ വിധത്തിൽ ഇന്ത്യൻ സിനിമയെയും ഇന്ത്യയുടെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളെയും സമ്പന്നമാക്കിയ ഈ മഹാനടിയെ ഈ വേദിയിൽ ആദരിക്കുന്നതിൽ അഭിമാനമുണ്ട്. ഈ വർഷവും സ്പിരിറ്റ് ഓഫ് സിനിമ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ശ്രീമതി പായൽ കപാടിയക്കാണ്. അവർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ എ സ്ലൈറ്റ് കാൻ ചലച്ചിത്രമേളയിൽ പുരസ്കാരങ്ങൾ നേടുകയുണ്ടായി. ഇപ്പോൾ ഗോൾഡൻ ഗ്ലോബ് നോമിനേഷനും ആ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിനാകെ അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടമാണിത്. ആ ചലച്ചിത്രത്തിന്റെ ഭാഗമായി തീർന്ന നിരവധി മലയാളികളുണ്ട് എന്നത് ഓരോ കേരളീയനും അഭിമാനിക്കാൻ വക നൽകുന്നുണ്ട്. സിനിമകൾ മാത്രമല്ല, അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ ഡോക്യുമെന്ററികളും പായൽ കപാടിയുടേതായി പുറത്തു വന്നിട്ടുണ്ട്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് നടന്ന വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് അവർ ചിത്രീകരിച്ച ഡോക്യുമെന്ററി
ആഗോള ശ്രദ്ധ നേടിയിരുന്നു. സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം വിജയിച്ച പായൽ കപാടിയെ അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കട്ടെ. ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളെല്ലാം സ്ത്രീകളാണ് എന്നത് സിനിമാ രംഗത്ത് ഏറ്റവും വലിയ തോതിൽ ആദരിക്കപ്പെടുന്ന സ്ത്രീകൾ, അവരെ പ്രത്യേകമായി നാം ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കാം. നമുക്ക് ഏറ്റവും സന്തോഷം പകരുന്ന കാര്യമാണത്. സ്ത്രീകൾ കൂടുതലായി കടന്നുവരുന്നതിന്റെയും കലാമൂല്യമുള്ള ചലച്ചിത്രങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെയും ദൃഷ്ടാന്തമായാണ് ഇതിനെ കാണേണ്ടത്. ഇത്തരത്തിലുള്ള ഇടപെടലുകളെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ സംസ്ഥാനം നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. സർക്കാരും ആ ശ്രമം നടത്തുന്നുണ്ട്. വനിതാ സംവിധായകർക്ക് ചലച്ചിത്രം നിർമ്മിക്കാൻ ധനസഹായമടക്കം ലഭ്യമാക്കുന്നുണ്ട് എന്ന കാര്യം സിനിമാ പ്രവർത്തകർക്കെല്ലാം അറിയാവുന്ന വസ്തുതയാണ്. ഈ രംഗത്തേക്ക് കടന്നുവരുന്ന കലാകാരികൾക്ക് അന്തസ്സോടെ അവരുടെ പ്രതിഭ തെളിയിക്കാനുള്ള അന്തരീക്ഷം ഉറപ്പാക്കുമെന്നുകൂടി ഈ ഘട്ടത്തിൽ അറിയിക്കട്ടെ. സിനിമാ ആസ്വാദകരുടെയും സിനിമാ രംഗത്തേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നവരുടെയും സിനിമാ പ്രവർത്തകരുടെയും സംഗമവേദി കൂടിയാണ് ഈ മേള. പുതിയ കാലഘട്ടത്തിൽ സിനിമാ രംഗത്തേക്ക് കോർപ്പറേറ്റുകൾ കടന്നു വരുന്നുണ്ട്. ഒരു വ്യവസായം എന്ന നിലയിൽ അത് സ്വാഭാവികമാണ്. പക്ഷേ അതിനുമപ്പുറം കോർപ്പറേറ്റ് താൽപര്യങ്ങൾക്കനുസൃതമായ പ്ലാറ്റ്ഫോമുകൾ സൃഷ്ടിക്കപ്പെടുന്നു. അവർക്ക് അനുയോജ്യമായ രീതിയിൽ സിനിമകൾ സൃഷ്ടിക്കപ്പെടാൻ സമ്മർദ്ദമുണ്ടാകുന്നു. ഈ കാര്യങ്ങൾ നാം ഗൗരവത്തോടെ കാണേണ്ടതാണ്. വൈവിധ്യമാർന്ന വിഷയങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഇക്കാലയളവിൽ ലോകത്താകമാനം സിനിമാരംഗം വളർച്ചയും മുന്നേറ്റവും കൈവരിച്ചത്. ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ചിത്രങ്ങൾ മാത്രം സൃഷ്ടിക്കുകയോ ചില പ്രത്യേക കാഴ്ചപ്പാടുകൾ മാത്രം അവതരിപ്പിക്കുകയോ ചെയ്താൽ അത് സിനിമാരംഗത്തിന്റെ ശോഷണത്തിന് മാത്രമേ വഴിവെക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിവിധങ്ങളായ വിഷയങ്ങളെയും സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെയും കൂടി പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന കലാമൂല്യമുള്ള സിനിമകൾ സൃഷ്ടിക്കാനും സ്വീകരിക്കാനും സിനിമാ മേഖലയിലുള്ള എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് കൂടിയാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഏവർക്കും മികച്ച ദൃശ്യാനുഭവം ആശംസിച്ചുകൊണ്ട് 29ാമത് കേരള ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ സ്നേഹാഭിവാദനങ്ങൾ.